ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എനർജി റിസോഴ്സസിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിമൈനിങ് എനർജി റിസോഴ്സസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൾ എന്നുള്ള എനർജി റിസോഴ്സാണ് കണ്ടത്. ഇന്ന് നമ്മൾ ബാക്കി വരുന്ന എനർജി റിസോഴ്സസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പെട്രോളിയം ആൻഡ് മിനറൽ ഓയിൽ. അപ്പോൾ പെട്രോളിയം മിനറൽ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പെട്രോളിയം മിനറൽ ഓയിലും ഇത് ആക്ച്വലി ഉണ്ടാവുന്നത് സെഡിമെൻ്ററി റോക്സിൽ നിന്ന് തന്നെയാണ്. ഇത് ആക്ച്വലി കോളുമായി കമ്പയർ ചെയ്യുമ്പോൾ പെട്രോളിയം റിസർവ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്രോളിയം റിസർവിന് എന്ത് കുറവാണ്, ആ ഒരു പൊല്യൂഷൻ കുറവാണ്. അതുമാത്രമല്ല വളരെ കുറച്ച് സ്മോക്കും വളരെ കുറച്ച് ആഷും മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എഫിഷ്യൻസി എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ കേസ് എടുത്ത് നോക്കിയാലും പെട്രോളിയമാണ് ബെറ്ററായിട്ടുള്ള ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് സാധാരണയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഇപ്പോൾ നമ്മൾ കോളിൻ്റെ കേസ് പറഞ്ഞു കോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഫോറസ്റ്റ് മണ്ണിനടിയിൽ പോയിട്ടാണ്. പക്ഷേ പെട്രോളിയം ഫോം ചെയ്യപ്പെടുന്നത് ഏൻഷ്യൻ്റ് മറൈൻ ഓർഗാനിസംസ് മണ്ണിനടിയിൽ പോയിട്ടാണ് പെട്രോളിയം ഉണ്ടാവുന്നത്. ഇനി പെട്രോളിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് കാണുന്നത് കോണ്ടിനെൻ്റൽ ഷെൽഫിലാണ്, ഓഷ്യൻ്റെ ഉള്ളിലാണ് ഈ ഒരു സാധനം മെയിനായിട്ട് കാണുന്നത്. ഇനി ഹൈഡ്രോ കാർബൺസ് ആണ് ആക്ച്വലി ഒരു ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി തീരുമാനിക്കുന്നത്. ഇതിൽ ഹൈഡ്രോ കാർബൺ കണ്ടൻറ്റ് കോളിനേക്കാളും കൂടുതലാണ്. അറൗണ്ട് 90-95% ഹൈഡ്രോ കാർബൺ കണ്ടൻറ്റ് എന്തിലുണ്ട്, ഓയിലിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൽ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഹൈഡ്രോ കാർബൺസ് കൂടാതെ ഇതിൽ ഓക്സിജൻ, നൈട്രജൻ, സൾഫർ പോലെയുള്ള മെറ്റീരിയൽസും ഉണ്ട്. ഇനി പെട്രോളിയവും മിനറൽ ഓയിലും സാധാരണ കാണുന്നത് സെഡിമെൻ്ററി റോക്സിലാണ് എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ സെഡിമെൻ്ററി റോക്സിലും ഇത് പ്രസൻ്റ് ആയിരിക്കണം എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ഇനി ഓഷ്യൻ്റെ അടിത്തട്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൽ ആൻറ്റി ക്ലൈൻസ്, ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ആൻറ്റി ക്ലൈൻസ് എന്ന് പറയുക. ഈ താന്നിരിക്കുന്ന ഭാഗത്തിന് സിൻക്ലൈൻസ് എന്നാണ് പറയുക. ആൻറ്റി ക്ലൈൻസിൽ നിന്നാണ് സാധാരണ നമ്മൾ പെട്രോളിയം എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സമുദ്രത്തിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളാണ് ആൻറ്റി ക്ലൈൻസ്. അവിടെ നിന്നാണ് നമ്മൾ ഓയിൽ എടുക്കുക. ഇനി ഒരു കാര്യം, നമ്മുടെ ഓയിൽ ഉണ്ടാവണമെങ്കിൽ ആ ഒരു സ്ഥലത്തെ റോക്ക് സ്ട്രക്ചറിന് കുറച്ച് പ്രത്യേകതകൾ വേണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു സ്ഥലത്തെ റോക്ക് സ്ട്രക്ചർ ആണെങ്കിൽ ആ റോക്ക് പോറസ് ആയിരിക്കണം. അതിൻ്റെ മുകളിലത്തെ റോക്ക് എന്ന് പറയുന്നത് പോറസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഇവിടെ നിന്ന് ഈ പെട്രോളിയം താഴോട്ട് വരത്തുള്ളൂ. ഇനി താഴത്തെ ലെയർ ഇംപെർവിയസ് ആയിരിക്കണം. അതായത് താഴത്തെ ലെയർ, ഈ കാണുന്ന ലെയർ ഇംപെർവിയസ് ആയിരിക്കണം, പക്ഷെ മുകളിലത്തെ ലെയർ നല്ല പോറസ് ആയിരിക്കണം, പെർമിയബിൾ ആയിരിക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ പോറോസിറ്റി വേണം, ഇടയിലിടയിൽ കുഴികൾ വേണം. അവിടെയാണ് ഈ ഒരു സാധനം എന്ത് ചെയ്യപ്പെടുക, പെട്രോളിയം എന്ന് പറയുന്നത് കൺസേർവ് ചെയ്യപ്പെടുക. അപ്പോൾ പെട്രോളിയം ഒരു സ്ഥലത്ത് ഫോം ചെയ്യണമെങ്കിൽ അവിടുത്തെ മുകളിലത്തെ റോക്ക് പെർമിയബിൾ ആയിരിക്കണം, താഴത്തെ റോക്ക് ഇംപെർവിയസ് ആയിരിക്കണം. ആ റോക്ക് സ്ട്രാറ്റയ്ക്ക് പോറസ് ഉണ്ടായിരിക്കണം. ആ പോറസ് അല്ലെങ്കിൽ ടൈനി ഗ്യാപ്സ് ഉണ്ടായിരിക്കണം. അതിൻ്റെ ഉള്ളിലായിരിക്കും ആക്ച്വലി ഓയിൽ കൺസർവ് ചെയ്യപ്പെടുക. ഓയിൽ എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു മെയിനായിട്ട് ഉണ്ടാകുന്നത് മറൈൻ ഓർഗാനിസംസ് മണ്ണിനടിയിൽ പോയിട്ടാണ്. ഇനി ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, മിനറൽ ഓയിൽ, അത് ഇന്ത്യയിൽ എവിടെയൊക്കെ കാണാം. ഇന്ത്യയിൽ മെയിനായിട്ട് ടെർഷ്യറി ഡെപ്പോസിറ്റ്സ് ആയിട്ടാണ് ഓയിൽ കാണുന്നത്. അപ്പോൾ കോളിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു 2 തരം കോളുണ്ട്, ഗോണ്ട്വാന പീരീഡിലെ കോളുണ്ട്, ടെർഷ്യറി പീരീഡിലെ കോളുണ്ട്. എന്നാൽ പെട്രോളിയത്തിൻ്റെ കേസിൽ നമ്മളിവിടെ പറയുകയാണ് പെട്രോളിയം മെയിൻലി ടെർഷ്യറി ഡെപ്പോസിറ്റ്സ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ മുംബൈ ഹൈ, ഗൾഫ് ഓഫ് ക്യാമ്പെ, ആസാം റീജിയൻ. ഇന്ത്യയിലെ ഓയിൽ റിസർവിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഓൺഷോർ ഡിസ്ട്രിബ്യൂഷൻ എന്നും ഓഫ് ഷോർ ഡിസ്ട്രിബ്യൂഷൻ എന്നും. ഓൺഷോർ എന്ന് പറഞ്ഞാൽ കരയിൽ ഉള്ള പെട്രോളിയം റിസർവ്സിനെയാണ് ഓൺഷോർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ലാൻഡിൽ കാണുന്ന പെട്രോളിയം റിസർവാണ് ഓൺഷോർ ഡിസ്ട്രിബ്യൂഷൻ.
ഓഫ് ഷോർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കടലിൽ കാണുന്ന പെട്രോളിയം റിസർവ്സിനെയാണ് ഓഫ് ഷോർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ഓൺ ഷോർ എന്ന് പറഞ്ഞാൽ കരയിൽ, ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ കടലിൽ. അപ്പോൾ ഓൺ ഷോർ ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഓൺ ഷോർ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഓൺ ഷോർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കരയിൽ കാണുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ കരയിൽ മെയിനായിട്ട് പെട്രോളിയം റിസർവ് കാണുന്നത് ബ്രഹ്മപുത്ര വാലിയിലാണ്. നോർത്ത് ഈസ്റ്റിൽ ആസാമിലാണ് ഇത് കാണുന്നത്. അവിടുത്തെ ഓയിൽ ഫീൽഡിൻ്റെ പേരാണ് ദിഗ്ബോയ്. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിങ് റീജിയനാണ് ഇത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സ്ഥലമാണ് ആസാമിലെ ദിഗ്ബോയ്. അപ്പോൾ അതാണ് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിങ് റീജിയൻ. ഇനി അതുകൂടാതെ നോർത്ത് ഈസ്റ്റിൽ വരുന്ന ഓയിൽ പ്രൊഡ്യൂസിങ് റീജിയൻസ് ആണ് നഹർകാത്തിയ ഓയിൽ ഫീൽഡ്, മൊറാൻ ഹജ്രിജാൻ ഓയിൽ ഫീൽഡ്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. നോർത്ത് ഈസ്റ്റിൽ ഇന്ത്യക്ക് ഓയിൽ ഫീൽഡ് ഉണ്ട്. അതാണ് ഇന്ത്യയുടെ ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഒന്ന് ആസാമിലെ ദിഗ്ബോയ്, അതാണ് ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യക്കാർ ആദ്യമായിട്ട് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത സ്ഥലം. ദെൻ നഹർകാത്തിയ, മൊറാൻ, ഹജ്രിജാൻ. ഇനി നമ്മുടെ രാജസ്ഥാനിൽ കുറച്ച് ഓയിൽ ഫീൽഡുകൾ വരുന്നുണ്ട്. രാജസ്ഥാനിൽ വരുന്ന ഓയിൽ ഫീൽഡുകളാണ്, സ്ത്രീകളുടെ പേരാലോചിച്ചാൽ മതി, മംഗള, സരസ്വതി, രാജേശ്വരി ഓയിൽ ഫീൽഡ്. അപ്പോൾ ഇന്ത്യയുടെ ഓൺഷോർ ഓയിൽ ഫീൽഡുകളിൽ ലാർജസ്റ്റ് ഓൺഷോർ ഓയിൽ ഫീൽഡാണ് രാജസ്ഥാൻ്റേത്. അപ്പോൾ രാജസ്ഥാനിൽ ഓയിൽ ഫീൽഡുകളുണ്ട്. രാജസ്ഥാനിൽ വരുന്ന പ്രധാനപ്പെട്ട ഓയിൽ ഫീൽഡുകളാണ് മംഗള, സരസ്വതി, രാജേശ്വരി. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓൺഷോർ, ഓഫ് ഷോർ അല്ല കേട്ടോ, ഓൺഷോറാണ് രാജസ്ഥാൻ ഓയിൽ ഫീൽഡ്. ദെൻ ഗുജറാത്തിലും ഓയിൽ ഫീൽഡുകളുണ്ട് ഓൺഷോർ. അതിൽ വരുന്ന അങ്കലേശ്വർ, കമ്പത്ത്, ലൂണേജ്, അഹമ്മദാബാദ്, കലോള്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്തിലും ഓൺഷോർ ഓയിൽ ഫീൽഡുകളുണ്ട്. അങ്കലേശ്വർ, കമ്പത്ത്, ലുണേജ്, അഹമ്മദാബാദ്, കലോൾ. ഇനി അടുത്തത് നമ്മുടെ ഓഫ് ഷോർ ഓയിൽ ഫീൽഡുകളാണ്. ഓഫ് ഷോറിൽ കാണുന്ന ഓയിൽ ഫീൽഡുകൾ. അപ്പോൾ ഓഫ് ഷോറിൽ ആദ്യം തന്നെ വെസ്റ്റേൺ കോസ്റ്റ് നോക്കാം. വെസ്റ്റേൺ കോസ്റ്റിൽ വരുന്ന ഓയിൽ ഫീൽഡുകളാണ് മുംബൈക്ക് തൊട്ട് താഴെയായി ബസൈൻ, ബസൈന് താഴെയായി ആലിബഡ്. അപ്പോൾ ആലിയാബേട്ട് എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് കമ്പത്തിനുള്ളിലാണ് വരുന്നത്. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റിൽ വരുന്ന ഓഫ് ഷോർ ഓയിൽ ഫീൽഡുകളാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ ഫീൽഡാണ് മുംബൈ ഹൈ. അതിന് തൊട്ട് താഴെയായിട്ട് ബസൈൻ കാണാം. ദെൻ ആലിയാബേട്ട് എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് കമ്പത്തിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. ഇനി ഈസ്റ്റേൺ കോസ്റ്റിൽ മെയിനായിട്ട് വരിക കൃഷ്ണ, ഗോദാവരി, കാവേരി റിവർ ബേസിൻസിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഓയിൽ ഫീൽഡാണ് റാവ ഫീൽഡ് കൃഷ്ണ ഗോദാവരിയിലുള്ള ഓഫ് ഷോർ ബേസിനാണ്. അതുപോലെ തന്നെ കാവേരിയുടെ അവിടെ വരുന്ന ഓഫ് ഷോർ ഫീൽഡുകളാണ് നരിമാനം ആൻഡ് കോവിലപ്പൽ ഓയിൽ ഫീൽഡുകൾ. അപ്പോൾ ഈസ്റ്റേൺ കോസ്റ്റിൽ മെയിനായിട്ട് വരുന്നത് കൃഷ്ണ, ഗോദാവരി, കാവേരി ബേസിൻസിലാണ്. കൃഷ്ണ ഗോദാവരി ബേസിനിൽ റാവ ഓയിൽ ഫീൽഡും, കാവേരി ബേസിനിൽ വരുന്നത് നരിമാനം, കോവിലപ്പൽ ഓയിൽ ഫീൽഡുകളും ആണ്. അപ്പോൾ ഇത്രയുമാണ് പെട്രോളിയത്തിനെ കുറിച്ച് നോക്കാനുള്ളത്. ഇനി നാച്ചുറൽ ഗ്യാസ് ആണ്. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. ഈഥേൻ്റെയും മീഥേൻ്റെയും മിക്സ്ചറിനെയാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മേജർലി ഈഥേൻ മീഥേൻ മിക്സാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നാച്ചുറൽ ഗ്യാസ് ഫോം ചെയ്യുന്നത് പെട്രോളിയം ഫോം ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ്. പെട്രോളിയം ഫോം ചെയ്യുമ്പോൾ ആ പെട്രോളിയത്തിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യപ്പെടുന്ന ഈഥേനും മീഥേനും എസ്കേപ്പായി മാറും. അത് എസ്കേപ്പ് ചെയ്ത് മുകളിൽ നിൽക്കുന്നതിനെയാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വേൾഡിലെ ലാർജസ്റ്റ് ഗ്യാസ് ഫീൽഡുകൾ ആർട്ടിക്, റഷ്യ, ഇറാൻ, US പോലെയുള്ള സ്ഥലങ്ങളിലാണ്. ഇനി ഇന്ത്യയിൽ എവിടെയാണ് നാച്ചുറൽ ഗ്യാസ് ഫീൽഡുകൾ കാണുന്നത്? ഇപ്പോൾ നിങ്ങൾ ഓയിൽ ഫീൽഡുകൾ പഠിച്ചു, അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ത്യയിൽ നാച്ചുറൽ ഗ്യാസ് ഫീൽഡ് വരിക. കൃഷ്ണ ഗോദാവരി ബേസിൻ, ബ്രഹ്മപുത്ര ബേസിൻ, ഗൾഫ് ഓഫ് ക്യാമ്പെ, രാജസ്ഥാൻ റീജിയൻ. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് ഈ നാച്ചുറൽ ഗ്യാസ് റിസോഴ്സ് കാണുക. കാരണം ഞാൻ പറഞ്ഞ പെട്രോളിയം ഉണ്ടാകുന്ന സമയത്ത് എസ്കേപ്പ് ചെയ്യപ്പെടുന്ന ഗ്യാസുകളാണ് നാച്ചുറൽ ഗ്യാസ് ആയിട്ട് കാണുക. ഇപ്പോൾ നാച്ചുറൽ ഗ്യാസ് ആക്ച്വലി പെട്രോളിയത്തിൻ്റെ കൂടെയാണ് കാണുന്നതെങ്കിൽ
അതിനെ നമ്മൾ വെറ്റ് ഗ്യാസ് എന്ന് വിളിക്കും. നാച്ചുറൽ ഗ്യാസ് നമ്മളിപ്പോൾ ഓയിലിൻ്റെ കൂടെയാണ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ വെറ്റ് ഗ്യാസ് എന്ന് വിളിക്കും. ചില സ്ഥലങ്ങളിൽ നാച്ചുറൽ ഗ്യാസ് സിംഗിളായിട്ട് നിൽക്കുന്നതാണ്, അതായത് ഓയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത ഗ്യാസ് കാണാം. അതിനെ നമ്മൾ ഡ്രൈ ഗ്യാസ് എന്നാണ് വിളിക്കുക. അപ്പോൾ നാച്ചുറൽ ഗ്യാസ് ഓയിലിനോട് ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വെറ്റ് ഗ്യാസ് എന്ന് വിളിക്കും. ഇനി അവിടെ നാച്ചുറൽ ഗ്യാസ് മാത്രമായിട്ട് കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡ്രൈ ഗ്യാസ് എന്ന് വിളിക്കും. ഇനി ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നാച്ചുറൽ ഗ്യാസസിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടെങ്കിൽ നമ്മളതിനെ സോർ ഗ്യാസ് എന്ന് വിളിക്കും. നാച്ചുറൽ ഗ്യാസിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സോർ ഗ്യാസ് എന്ന് വിളിക്കും. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വീറ്റ് ഗ്യാസ് എന്ന് വിളിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഇല്ല. ഈ കോൾബെഡ് മീഥെയ്ൻ ഒരു സ്വീറ്റ് ഗ്യാസാണ്. കോൾബെഡ് മീഥെയ്നിൽ സൾഫർ കണ്ടൻറ്റ് ഉണ്ടാവാറില്ല എന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്ന നാച്ചുറൽ ഗ്യാസിൻ്റെയും ക്വാളിറ്റിയിൽ ഡിഫറൻസസ് ഉണ്ടാകും. ആ ക്വാളിറ്റി ഡിഫറൻസസ് അനുസരിച്ച് തന്നെ അതിൻ്റെ പ്രൈസിലും വ്യത്യാസം ഉണ്ടാവാം. ഇനി എന്താണ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഇമ്പോർട്ടൻസ്? ഇന്ത്യയെ സംബന്ധിച്ച് എന്താണ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഇമ്പോർട്ടൻസ്? അതായത് ഇന്ത്യയിൽ 10% ഇതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യക്ക് എനർജി റിസോഴ്സസ് വളരെ കുറവാണ്. കോള് റിസർവ്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഈ 3 സാധനങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ എനർജി റിസോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ എനർജി ബാസ്ക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോളും പെട്രോളിയമാണ്. കോളും പെട്രോളിയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നാച്ചുറൽ ഗ്യാസ് ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നാച്ചുറൽ ഗ്യാസിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊല്യൂഷൻ ഫ്രീ ആണ്. പൊല്യൂഷൻ വളരെ കുറവാണ്. കോളിനേക്കാളും അതുപോലെ തന്നെ നമ്മുടെ പെട്രോളിയത്തിനേക്കാളൊക്കെ പൊല്യൂഷൻ കുറവാണ് നാച്ചുറൽ ഗ്യാസിന്. ഇനി നാച്ചുറൽ ഗ്യാസ് പല സെക്ടേഴ്സിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനൊരു ഡൈവേഴ്സിഫൈഡ് യൂസ് ഉണ്ട്. ഡൈവേഴ്സിഫൈഡ് യൂസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നത് കുക്കിംഗ് ചെയ്യാനാണ്. കുക്കിംഗ് മേഖലകളിലാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക. വേണമെങ്കിൽ നമുക്ക് CNG നമ്മൾ കണ്ടിട്ടുണ്ട്, വെഹിക്കിൾസിൽ യൂസ് ചെയ്യാം. അപ്പോൾ തെർമൽ പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഡൈവേഴ്സിഫൈഡ് യൂസ്. രണ്ടാമത്തെ കാര്യം ഇറ്റ് വിൽ ഡൈവേഴ്സിഫൈ ഇന്ത്യാസ് എനർജി ബാസ്ക്കറ്റ്. ഇനി ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ ഓയിൽ റിസർവ് കുറവാണ്. ഓയിൽ റിസർവ് കുറവായതുകൊണ്ട് അതിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ നാച്ചുറൽ ഗ്യാസ് കാണുന്നത്? നമ്മൾ പറഞ്ഞു എവിടെയൊക്കെ പെട്രോളിയം കാണുന്നുണ്ടോ അവിടെയൊക്കെ കാണാം. കൃഷ്ണ ഗോദാവരി ബേസിൻ, ആസാം, ഗൾഫ് ഓഫ് കമ്പൻ, തമിഴ്നാട്ടിലെ കൂടല്ലൂർ, രാജസ്ഥാനിലെ ബാർമേർ, ഇവിടെയെല്ലാം കാണാനായിട്ട് സാധിക്കും. ഇനി അപ്പോൾ നമ്മൾ കൺവെൻഷനലായിട്ട് ഉപയോഗിക്കുന്ന 3 എനർജി സോഴ്സസ് ആണ് കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അൺകൺവെൻഷനലായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബൺസ് ആണ്. ഇന്ത്യയിൽ അൺകൺവെൻഷനലായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബൺസ് ആണ് കോൾബെഡ് മീഥെയ്ൻ, ഷെയ്ല്, ഗ്യാസ് ഹൈഡ്രേറ്റ്. ഓക്കെ. അപ്പോൾ കോൾബെഡ് മീഥെയ്ൻ എന്താണ് എന്ന് നമ്മൾ ഏകദേശം പറഞ്ഞു. ഇനി നമ്മൾ ഷെയിൽ ഗ്യാസ് ഡിസ്കസ് ചെയ്യും. ഗ്യാസ് ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഗ്യാസ് ഹൈഡ്രേറ്റ്. ഗ്യാസ് ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിനടിയിൽ ഐസ് ക്രിസ്റ്റൽസ് പോലെ മീഥെയ്ൻ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതും ഒരു തരത്തിൽ പറഞ്ഞ എനർജി സോഴ്സാണ്. അതിനെയാണ് നമ്മൾ ഗ്യാസ് ഹൈഡ്രേറ്റ് എന്ന് പറയുക. അപ്പോൾ അൺകൺവെൻഷനലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി സോഴ്സസ് ആണ് കോൾബെഡ് മീഥെയ്ൻ, ഷെയിൽ ഗ്യാസ്, ഗ്യാസ് ഹൈഡ്രേറ്റ്. കോൾബെഡ് മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കോൾ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഗ്യാസസ് ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് കോൾബെഡ് മീഥെയ്ൻ. ഷെയിൽ ഗ്യാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഗ്യാസ് ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഐസിൻ്റെ രൂപത്തിൽ സമുദ്രത്തിനടിയിലും തണുത്തുറഞ്ഞ പ്രദേശങ്ങളിലും ഫോം ചെയ്യപ്പെടുന്ന മീഥെയ്നാണ് ഗ്യാസ് ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഷെയിൽ ഗ്യാസ്. ഓക്കെ. അപ്പോൾ എന്താണ് ഷെയിൽ ഗ്യാസ് എന്ന് പറയുന്നത്? ഷെയിൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നാച്ചുറലി ഷെയിൽ ഫോർമേഷനുള്ള, ഷെയിൽ ഒരു തരം കല്ലാണ്. ഷെയിൽ ഫോർമേഷൻ്റെ ഇടയിൽ കാണപ്പെടുന്ന
ഗ്യാസസിനെയാണ് ഷെയിൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇതൊരു തരം നാച്ചുറൽ ഗ്യാസ് ആണ്. ഇത് ഒരു നാച്ചുറലി ഒക്യൂർ ചെയ്യുന്ന ഹൈഡ്രോ കാർബണാണ്. ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യപ്പെടുമ്പോഴാണ് ഷെയിൽ ഫോർമേഷൻസിൻ്റെ ഉള്ളിൽ ഷെയിൽ ഗ്യാസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഷെയിൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയിൽ റോക്സിനിടയിൽ ഫോം ചെയ്യപ്പെടുന്ന ഒരു നാച്ചുറൽ ഗ്യാസ് ആണ്. അത് ബയോമാസ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇനി ഷെയിൽ ഗ്യാസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹൈഡ്രോളിക് ഫ്രാക്കിംഗ് എന്ന് പറയും. ആ പേരിൽ തന്നെ ഉണ്ട്. ഹൈഡ്രോളിക് ഫ്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നന്നായി വേണ്ട ഒരു പ്രോസസ്സാണ്. വാട്ടർ ഇൻറ്റൻസീവ് പ്രോസസ്സാണ്. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ കുറേ റോക്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ റോക്സിനിടയിൽ ഷെയിലിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു കുഴി കുഴിക്കും. കുഴി കുഴിച്ചിട്ട് ഈ കുഴിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരുപാട് വാട്ടർ, ആ വാട്ടറിൽ 200-ലധികം കെമിക്കൽസ്, അതുപോലെ തന്നെ മഡ്, പിന്നെ ഗോർഗം എന്ന് പറയുന്ന ഒരു സംഭവം, ഇത്രയും ആഡ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഈ മഡ് ഇതിനിടയിലോട്ടൊക്കെ കയറും. ഇതിനിടയിലോട്ട് ഈ മഡ് കയറി കഴിയുമ്പോൾ ഇവിടെ നമ്മളൊരു കുഴി ഇട്ടിട്ടുണ്ടാവും, ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടാവും. ആ പൈപ്പിലോട്ട് ഈ ഷെയിൽ ഗ്യാസ് എന്ത് ചെയ്യും? ഷെയിൽ ഗ്യാസ് ഫ്ലോ ചെയ്യും. ആ ഷെയിൽ ഗ്യാസിനെ നമ്മൾ ഈ പൈപ്പ് വഴി പുറത്തോട്ടെടുക്കും. ഇങ്ങനെയാണ് ഷെയിൽ ഗ്യാസ് എടുക്കുന്നത്. ഈ മെത്തേഡിനാണ് ഹൈഡ്രോളിക് ഫ്രാക്കിംഗ് എന്ന് പറയുക. അതായത് ഹൈ പ്രഷറിൽ കുറേ വെള്ളം, ചെളി, 200-ലധികം വരുന്ന കെമിക്കൽസ്, ഗോർഗം എന്ന് പറയുന്ന മെറ്റീരിയൽ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അടിയിലോട്ട് പമ്പ് ചെയ്യും. പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ റോക്സിനിടയിലോട്ട് ഈ മഡും ഈ കെമിക്കൽസും കയറും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ആ ഒരു ഗ്യാസ് പുറത്തോട്ട് വരും. അത് നമ്മളൊരു പൈപ്പ് ഉപയോഗിച്ച് പുറത്തോട്ട് കൊണ്ടുവരും. ഇതിനാണ് ഹൈഡ്രോളിക് ഫ്രാക്കിംഗ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ആ പ്രോസസ്സ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഷെയിൽ ഗ്യാസ് റിസർവ് ഇന്ത്യയിൽ എവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി UPSC ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഷെയിൽ ഗ്യാസ് റിസർവ്സ് ഇൻ ഇന്ത്യ. എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ ഷെയിൽ ഗ്യാസ് റിസർവ് ഉള്ളത്? എന്തുകൊണ്ടാണ് ഷെയിൽ ഗ്യാസ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രയോറിറ്റി അല്ലാത്തത്? അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യ അത് എക്സ്ട്രാക്ട് ചെയ്യാത്തത്? ഈ 2 ക്വസ്റ്റ്യൻസാണ് മെയിൻസിന് ചോദിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ഷെയിൽ ഗ്യാസ് ഉള്ള സ്ഥലങ്ങളാണ് ക്യാമ്പെ, ഗുജറാത്തിൻ്റെ അവിടെ, ഗൾഫ് ഓഫ് ക്യാമ്പെ, കൃഷ്ണ ഗോദാവരി ബേസിൻ, കാവേരി ബേസിൻ, ദാമോദർ വാലി, ആസാം റീജിയൻ, പ്രൻഹിത ഗോദാവരി റീജിയൻ, രാജസ്ഥാൻ റീജിയൻ, വിന്ധ്യൻ ബേസിൻ. ഇത്രയും സ്ഥലങ്ങളിലാണ് ഇന്ത്യയിലെ ഷെയിൽ ഗ്യാസ് ഉള്ളത്. അപ്പോൾ ഇത് കാണാപ്പാടം പഠിച്ചേ പറ്റൂ. ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? നാച്ചുറൽ ഗ്യാസ് കാണുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ഷെയിൽ ഗ്യാസ് ഇന്ത്യയിൽ കാണുന്നത്. നാച്ചുറൽ ഗ്യാസ് ഇന്ത്യയിൽ എവിടെയൊക്കെയാണോ കാണുന്നത് അവിടെ തന്നെയാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഷെയിൽ ഗ്യാസ് കാണുന്നത്. ഇന്ത്യയിൽ ഷെയിൽ ഗ്യാസ് കാണുന്ന സ്ഥലങ്ങളാണ് ക്യാമ്പെ, കൃഷ്ണ ഗോദാവരി ബേസിൻ, കാവേരി ബേസിൻ, ദാമോദർ വാലി ബേസിൻ, ആസാം, പ്രൻഹിത ഗോദാവരി ബേസിൻ, രാജസ്ഥാൻ ആൻഡ് വിന്ധ്യ ബേസിൻ. ഇത്രയും സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ ഷെയിൽ ഗ്യാസ് കാണുന്നത്. ഇനി എന്താണ് എല്ലാവരും ഷെയിൽ ഗ്യാസിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഷെയിൽ ഗ്യാസ്? എന്താണ് ഷെയിൽ ഗ്യാസിൻ്റെ അഡ്വാൻറ്റേജസ്? ഏതൊരു പുതിയ ഫ്യൂവലും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് അവിടെ പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് ഇറ്റ് വിൽ ഡൈവേഴ്സിഫൈ എനർജി ബാസ്ക്കറ്റ്. അതായത് ഈ ഒരു സാധനം എനർജി ബാസ്ക്കറ്റിനെ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഭൂരിഭാഗം വരുന്ന മനുഷ്യരും ഉപയോഗിക്കുന്ന എനർജി സോഴ്സസ് എന്ന് പറയുന്നത് കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ആണ്. നമ്മൾ കോളും പെട്രോളിയം ഒക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ഭൂമിയിൽ അതില്ലാതെയായി തുടങ്ങി. അപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു എനർജി സോഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ എനർജി ബാസ്ക്കറ്റിനെ ഡൈവേഴ്സിഫൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ അതാണ്, ഇറ്റ് വിൽ ഡൈവേഴ്സിഫൈ എനർജി ബാസ്ക്കറ്റ്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഫ്ലെക്സിബിൾ ഫ്യൂവലാണ്. ഇത് പല മേഖലകളിൽ ഉപയോഗിക്കാം. വീട് ചൂടാക്കാനായിട്ട് ഉപയോഗിക്കാം, ഇൻഡസ്ട്രിയൽ ബോയിലേഴ്സിൽ ഉപയോഗിക്കാം, വെഹിക്കിൾസിൽ ഉപയോഗിക്കാം, കുക്കിംഗ് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാം. പല തരത്തിൽ ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ കോള് നിങ്ങളെടുത്ത് നോക്കിക്കേ. കോള് നമുക്ക് ആയിക്കോട്ടെ 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന് മെറ്റലർജിക്കൽ ഇൻഡസ്ട്രിയിൽ, 2 തെർമൽ പവർ പ്ലാന്റ്സിൽ. പക്ഷേ ഷെയിൽ ഗ്യാസ് അങ്ങനെയല്ല. ഷെയിൽ ഗ്യാസ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട്
പറ്റും. ഇനി അത് മാത്രമല്ല, ഷെയിൽ ഗ്യാസ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടാവും. പ്ലാസ്റ്റിക്, ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ പലതരം മൾട്ടിപ്പിൾ മെറ്റീരിയൽ അതിൽ നിന്നുണ്ടാവും. അപ്പോൾ അത് വേറെ ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഷെയിൽ ഗ്യാസ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങളുണ്ടാവും. പ്ലാസ്റ്റിക്, ഫെർട്ടിലൈസർ പോലുള്ള ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ഈ ബൈ പ്രോഡക്റ്റുകൾ നമുക്ക് വേറെ ഇൻഡസ്ട്രിക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലോറി, ബസ്സസിലൊക്കെ നമ്മൾ എക്സ്പീരിമെൻ്റൽ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പെട്രോളിയത്തിന് റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഷെയിൽ ഗ്യാസ് പെട്രോളിയത്തിനേക്കാളും ചീപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എനർജി പ്രൊഡക്ഷന് വേണ്ടി അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ന്യൂക്ലിയർ റിയാക്ടേഴ്സുമായി കമ്പയർ ചെയ്യുകയാണ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഷെയിൽ ഗ്യാസ് പവർ സ്റ്റേഷൻസ് സേഫറാണ്. അപ്പോൾ ഇത്രയുമാണ് ഷെയിൽ ഗ്യാസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് എനർജി ബാസ്ക്കറ്റിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് പല മേഖലകളിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ലോറിയിലും ട്രക്കിലൊക്കെ പരീക്ഷണാർത്ഥം ഉപയോഗിക്കുന്നുണ്ട്. ഷെയിൽ ഗ്യാസ് പ്രോസസ്സ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്സ് ഉണ്ടാവുന്നുണ്ട്. പ്ലാസ്റ്റിക്, ഫെർട്ടിലൈസർ പോലുള്ള സാധനങ്ങൾ അത് നമുക്ക് പല ഇൻഡസ്ട്രിക്കും വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഷെയിൽ ഗ്യാസ് ചീപ്പറാണ്. അതുപോലെ തന്നെ പവർ സ്റ്റേഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത് ചലഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ഷെയിൽ ഗ്യാസ് പ്രൊഡക്ഷൻ. അപ്പം ഇപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഷെയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാത്തത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ വാട്ടർ ഇൻറ്റൻസീവ് പ്രോസസ്സാണ്. നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിക് ഫ്രാക്കിംഗ് എന്ന മെത്തേഡ് വഴിയാണ് നമ്മൾ ഷെയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു വാട്ടർ ഇൻറ്റൻസീവ് മേഖലയാണ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വെള്ളം അവൈലബിൾ അല്ല, കുടിവെള്ളം അവൈലബിൾ അല്ല. അതായത് ഇന്ത്യക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സെക്യൂരിറ്റി ഇല്ല. ഇന്ത്യയിലെ പല മേഖലകളിലെയും ആൾക്കാർ വാട്ടർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും വാട്ടർ കൺസ്യൂം ചെയ്യുന്ന ഒരു മേഖല ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഹൈഡ്രോളിക് ഫ്രാക്കിംഗ് എന്ന മെത്തേഡിൽ 200-ലധികം കെമിക്കൽസ് നമ്മൾ ഭൂമിക്കടിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിനെയും സർഫസ് വാട്ടറിനെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിത് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കിണറുകളിലേക്കും അണ്ടർഗ്രൗണ്ട് വാട്ടറിലോട്ടും പെർക്കുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് സോയിൽ കണ്ടാമിനേഷൻ. അത് സോയിൽ കണ്ടാമിനേഷന് കാരണമാവാം. കാരണം നമ്മൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കൃഷി ചെയ്യുന്ന സോയിലിനെ അത് നശിപ്പിച്ചേക്കാം. എയർ ക്വാളിറ്റീനെ നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോക്കലി ഉള്ള ഡസ്റ്റ്, അതുപോലെ നോയ്സ്, എക്കോസിസ്റ്റം ഡിസ്റ്റർബൻസ്, ഇതിനൊക്കെ ഇത് കാരണമാവും. ഇനി നമ്മളുടെ കയ്യിൽ ഇന്ത്യയുടെ ഒരു പ്രശ്നം, ഇന്ന് ലോകരാജ്യങ്ങളിൽ ഈ ഒരു ഷെയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിച്ചേക്കുന്ന രാജ്യമെന്ന് പറയുന്നത് US ആണ്. US മാത്രമാണ് ഇന്ന് ഷെയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും. അതിന് കാരണം അവരുടെ കയ്യിൽ അതിനുള്ള ടെക്നോളജി ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇതിന് വേണ്ട ഒരു ടെക്നോളജി, ഷെയിൽ ഗ്യാസ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജി ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനും ഡിഫിക്കൽട്ടുമാണ്, എക്സ്പെൻസീവുമാണ്. ഈ സാധനം എക്സ്ട്രാക്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ പെട്രോളിയത്തിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ലെവലിൽ പ്രൈസ് കമ്പാരിസൺ മെക്കാനിസംസ് ഉണ്ട്. പക്ഷേ ഷെയിൽ ഗ്യാസ് അമേരിക്ക മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് കമ്പാരിസൺ മെക്കാനിസം ഗ്ലോബൽ ലെവലിൽ അവൈലബിൾ അല്ല. ഇനി ഷെയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിച്ചാൽ തന്നെ അത് നമ്മുടെ അടുത്തോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ പൈപ്പ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഈ പൈപ്പ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ നേരിടുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഫ്രഷ് വാട്ടർ ഒരുപാട് കൺസ്യൂം ചെയ്യും, അപ്പോൾ അത് വാട്ടർ സ്കേഴ്സിറ്റി കാരണം. 2, സർഫസ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ, സോയിൽ, എയർ, ഇത്രയും കാര്യങ്ങൾ കണ്ടാമിനേറ്റ് ചെയ്യും. എക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും, നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കും, ട്രാഫിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. ദെൻ ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ട ഒരു പ്രോപ്പർ ടെക്നോളജി ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ലാൻഡ് അവൈലബിലിറ്റി
കുറവാണ്. ദെൻ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടുമാണ്, എക്സ്പെൻസീവുമാണ്. ഇനി ഇതിന് വേണ്ട ഒരു ഗ്ലോബൽ പ്രൈസ് കമ്പാരിസൺ മെക്കാനിസം വേൾഡിലില്ല. ഇതിനു വേണ്ടി പൈപ്പ് ലൈൻസ് നമ്മൾ ലേ ചെയ്യണമെങ്കിൽ അതിന് മില്യൺസ് ഓഫ് ഡോളേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും, പൊടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് UPSC ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. വൈ ഷെയിൽ ഗ്യാസ് ഈസ് നോട്ട് എ പ്രയോറിറ്റി ഇൻ ഇന്ത്യ? എന്തുകൊണ്ടാണ് ഷെയിൽ ഗ്യാസ് ഇന്ത്യയിൽ പ്രയോറിറ്റി ആവാത്തത്? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ചലഞ്ചസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇതൊരു പ്രയോറിറ്റി ആവാത്തത്. ഒന്നാമത്തെ കാര്യം, ഷെയിൽ ഗ്യാസ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഡിഫിക്കൾട്ടാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ആക്ച്വലി ഹൈഡ്രോളിക് ഫ്രാക്കിംഗ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരിക. ഈ ഹൈഡ്രോളിക് ഫ്രാക്കിംഗ് എന്നുള്ളത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, വാട്ടർ കണ്ടാമിനേഷൻ, എയർ കണ്ടാമിനേഷൻ, സോയിൽ കണ്ടാമിനേഷൻ എല്ലാത്തിനും കാരണം. ദെൻ ലാൻഡ് അക്വിസിഷൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, ഇന്ത്യയിൽ ഓൾറെഡി ലാൻഡ് അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ ഷെയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഹൊറിസോണ്ടലിയാണ് ലാൻഡിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡ്രില്ല് ചെയ്തെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ലാൻഡ് കൂടുതൽ വേണ്ടി വരും. അത് ലാൻഡ് അക്വിസിഷൻ പ്രോബ്ലംസിലോട്ട് നയിക്കും. ദെൻ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ആവശ്യമാണ്. കാരണം എൻവയോൺമെൻറ്റ് പൊല്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ EIA ഇല്ലാതെ, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഇല്ലാതെ നമുക്ക് ഈ ഒരു സംഭവം കൊണ്ടുവരാനായിട്ട് കഴിയില്ല. അടുത്തത് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ അല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് കഴിയില്ല. ഇനി ഷെയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനായി വേണ്ട ഒരു സംഭവമാണ് ഗോർഗം. ഈ US ഷെയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഗോർഗം കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ രാജസ്ഥാനിൽ നിന്നാണ്. ഇന്ത്യയിലെ രാജസ്ഥാനിൽ നിന്നാണ് US ഗോർഗം കൊണ്ടുപോകുന്നത്. ഈ ഗോർഗവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ മഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഗോർഗം ആക്ച്വലി നല്ല പ്രൈസിനാണ് ഇവിടുത്തെ കർഷകർ US വിൽക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിൽ ഷെയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഈ ഗോർഗം അതേ കാശിന് നമ്മൾ ഇന്ത്യൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ഫാർമേഴ്സിൽ നിന്ന് മേടിക്കേണ്ടതായിട്ട് വരും. അപ്പം ഗോർഗത്തിന് ഓൾറെഡി പ്രൈസ് കൂടുതലാണ്. ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, പിന്നെ വാട്ടർ, എയർ, സോയിൽ പൊല്യൂഷന് ഇത് കാരണമാവും. ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഒരു ഷെയിൽ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്തത്. ഇനി അടുത്ത എനർജി സോഴ്സാണ് അറ്റോമിക് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് മിനറൽസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എനർജി സോഴ്സസ് മെയിനായിട്ടുള്ളത് കഴിയും. അപ്പോൾ അറ്റോമിക് മിനറൽസിൽ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ അറ്റോമിക് മിനറലാണ് യുറേനിയം എന്ന് പറയുന്നത്. യുറേനിയത്തിൻ്റെ പ്രത്യേകത സിൽവറി ഗ്രേ കളറിലുള്ള മെറ്റാലിക് ആയിട്ടുള്ള ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റാണ് യുറേനിയം. യുറേനിയം നാച്ചുറലി ഒക്യൂർ ചെയ്യുന്ന സംഭവമാണ്. ഇത് മെയിനായിട്ട് ഉണ്ടാവുന്നത് സൂപ്പർനോവ എക്സ്പ്ലോഷൻസ് വഴിയാണ്. യുറേനിയത്തിൻ്റെ ആ ഒരു കെമിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നത് U ആണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ 92 ആണ്. ഇനി യുറേനിയം 2 ഫോമിലാണ് ഉള്ളത്, U-238ഉം U-235. യുറേനിയം 238ഉം യുറേനിയം 235ഉം ഈ 2 ഐസോട്ടോപ്പുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പുകളെല്ലാം തന്നെ റേഡിയോ ആക്റ്റീവുമാണ്. റേഡിയോ ആക്റ്റീവാണ്. ഓക്കെ, ഇനി പക്ഷേ ഫിഷനബിളുമാണ്. പക്ഷേ ഇവരൊന്നും ഫിസൈലല്ല. എന്താണ് ഫിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫിഷനബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ആറ്റം വിഘടിച്ച് എനർജി പുറപ്പെടുന്ന അവസ്ഥ, അതിനാണ് ഫിഷൻ എന്ന് പറയുക. അപ്പോൾ യുറേനിയത്തിൻ്റെ യുറേനിയം 235 ആണെങ്കിലും 238 ആണെങ്കിലും ഫിഷനബിളാണ്. പക്ഷേ ഫിസൈലല്ല. 235 മാത്രമാണ് ഫിസൈലായിട്ടുള്ളത്. എന്താ ഫിസൈൽ എന്ന് പറഞ്ഞാൽ? ഫിസൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സസ്റ്റൈനബിളായിട്ട് ചെയിൻ റിയാക്ഷൻ കൊണ്ടുപോകാൻ കഴിയുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫിസൈൽ എന്ന് പറയുക. അപ്പോൾ ഫിഷൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഫിഷൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ ഫിഷൻ എന്ന പ്രോസസ്സ് സസ്റ്റൈനബിളായി മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. യുറേനിയം 238 ഫിസൈലല്ല, യുറേനിയം 235 മാത്രമേ ഫിസൈലായിട്ടുള്ളൂ. അതിന് മാത്രമേ സസ്റ്റൈനബിൾ ചെയിൻ റിയാക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണ്.
ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, അതായത് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും യുറേനിയം ഉണ്ട്, പക്ഷേ കൊമേഴ്ഷ്യലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുറേനിയം കാണുന്ന സ്ഥലങ്ങളാണ് ഓസ്ട്രേലിയ, കസാക്കിസ്ഥാൻ, കാനഡ. ഓസ്ട്രേലിയയിലാണെന്നുണ്ടെങ്കിൽ ഒളിമ്പിക് ഡാം, റേഞ്ചർ മൈൻസിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓസ്ട്രേലിയയിൽ ഒളിമ്പിക് ഡാം, റേഞ്ചർ മൈൻസിലാണ് കാണുക. കാനഡയിലാണെങ്കിൽ അന്തബാസ്ക ബേസിൻ, സിഗാർ ലേക്ക്, മെക്കാർത്തർ റിവർ ബേസിൻ, ഈ 3 സ്ഥലങ്ങളിലാണ് കാണുക. കസാക്കിസ്ഥാനിൽ ചുസെരിയോ മൈൻസിലാണ് യുറേനിയം എക്സ്ട്രാക്ട്സ് കൂടുതൽ. അപ്പോൾ ലോകത്തിൽ എല്ലാ സ്ഥലത്തും യുറേനിയം ഉണ്ട്, പക്ഷേ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ യുറേനിയം റിസർവ് ഉള്ള സ്ഥലങ്ങളാണ് ഓസ്ട്രേലിയ, കസാക്കിസ്ഥാൻ ആൻഡ് കാനഡ. ഓസ്ട്രേലിയയിലാണെങ്കിൽ റേഞ്ചർ മൈൻസും ഒളിമ്പിക് ഡാമും, കാനഡയിലാണെങ്കിൽ അന്തബാസ്ക ബേസിൻ, സിഗാർ ലേക്ക്, മെക്കാർത്തർ റിവർ ബേസിൻ, കസാക്കിസ്ഥാനിലാണെങ്കിൽ ചുസെരിയോ മൈൻസ്. ഇനി ഇന്ത്യയിൽ യുറേനിയം, ഇന്ത്യക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള യുറേനിയം റിസർവ് ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഇന്ത്യ മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റഷ്യ, കസാക്കിസ്ഥാൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓസ്ട്രേലിയയും കാനഡയുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് യുറേനിയം ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. ഇനി ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന റീജിയനിൽ ഒരു ലാർജസ്റ്റ് റിസർവ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആന്ധ്ര, തെലങ്കാന റീജിയനിൽ ഒരു ലാർജ് റിസർവ് കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ നമ്മളത് എക്സ്ട്രാക്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് യുറേനിയം റിസർവ് ഉള്ളത്? ഇന്ത്യ മെയിനായിട്ട് യുറേനിയം എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇന്ത്യയിൽ മെയിനായിട്ട് യുറേനിയം വരുന്ന സ്ഥലങ്ങളാണ് രാജസ്ഥാൻ. മൈൻസിൻ്റെ പേര് പഠിക്കേണ്ട, സ്റ്റേറ്റ്സ് പഠിച്ചാൽ മതി. രാജസ്ഥാൻ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തെലങ്കാന, ആന്ധ്ര റീജിയൻ. ദെൻ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജാർഖണ്ഡ് റീജിയനിലുണ്ട്. ജാർഖണ്ഡ്, മേഘാലയ. അപ്പോൾ സാധാരണ നോർത്ത് ഈസ്റ്റിൽ ഇത് കുറവായിരിക്കും, മിനറൽസ് കുറവാണ്. പക്ഷേ മേഘാലയയിൽ യുറേനിയം റിസോഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ യുറേനിയം റിസോഴ്സ് വരുന്ന സ്ഥലങ്ങളാണ് ഏതൊക്കെ? രാജസ്ഥാൻ, തെലങ്കാന, ആന്ധ്ര, ജാർഖണ്ഡ് ആൻഡ് മേഘാലയ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിൽ മൈൻസിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മൈൻസിൻ്റെ പേര് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഇതുവരെ യുറേനിയം കാണുന്ന മൈൻസ് ഏതാ അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ സ്റ്റേറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ്, മേഘാലയ, ആന്ധ്ര, തെലങ്കാന ഉണ്ട് എന്നൊന്ന് ഓർത്തിരിക്കുക. ഇനി യുറേനിയം ഇന്ത്യയിലില്ലെങ്കിലും ഇന്ത്യയിൽ അബണ്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് തോറിയം. പക്ഷേ തോറിയം ഇന്ത്യയിൽ മോണോസൈറ്റ് സാൻഡിലാണ് കാണുന്നത്, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. തോറിയം ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. തോറിയത്തിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, TH ആണ്. ഇതിൻ്റെ അറ്റോമിക് നമ്പർ 90 ആണ് വരിക. ഇനി 2 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുക, യുറേനിയം, തോറിയം. അതിൽ തോറിയമാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇനി നമ്മുടെ യുറേനിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ തോറിയം റിസർവ് ലാർജാണ്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് യുറേനിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ളത് തോറിയം റിസർവാണ്. തോറിയം എന്ന് പറയുന്നത് ഒരു സിൽവറി ട്രാനിഷ് ബ്ലാക്ക് കളറിലുള്ള ഒരു സംഭവമാണ്. ശരിക്കും സിൽവർ കളറാണ്, പക്ഷെ അത് എയറുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് ഒരു ടാർണിഷ് ബ്ലാക്ക് കളറിലോട്ട് മാറുന്നത്. ഇനി തോറിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പ്, മോസ്റ്റ് സ്റ്റേബിൾ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് 232 ആണ്. നമ്മൾ പറഞ്ഞല്ലോ യുറേനിയം 235 ഉണ്ട്, യുറേനിയം 238 ഉണ്ട്. അതിൽ യുറേനിയം 235 ആണ് നമ്മൾ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തോറിയത്തിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് 232 ആണ്. ഇനി തോറിയത്തിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് യുറേനിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യുറേനിയത്തിൻ്റെ 3-4 മടങ്ങാണ് തോറിയത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് തോറിയം കാണുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് കാണാം. സൗത്ത് അമേരിക്കയിലുണ്ട്, നോർത്ത് അമേരിക്കയിലുണ്ട്, ഗ്രീൻലാൻഡിലുണ്ട്, ഇന്ത്യയിൽ നല്ലൊരു റിസർവ് കാണുന്നുണ്ട് അല്ലേ, ആഫ്രിക്കയുടെ മുകൾ ഭാഗത്തായിട്ടുണ്ട്, യൂറോപ്പിലുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ തോറിയം റിസർവ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തോറിയം റിസർവ് ഉള്ളത് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ കഴിഞ്ഞാൽ US, അത് കഴിഞ്ഞാൽ ടർക്കി, അത് കഴിഞ്ഞാൽ
ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. തോറിയം റിസർവിൽ ഇന്ത്യ 4ാം സ്ഥാനം. നമ്മൾ തോറിയം എക്സ്ട്രാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള അത്രയും കപ്പാസിറ്റി വരും. ഇനി നമ്മുടെ അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കണ്ടുപിടിച്ചേക്കുന്നത് ഇന്ത്യയിലെ മോണോസൈറ്റിക് സാൻഡിൽ 12.73 മില്യൺ, എത്രയാണ് 12.73 മില്യൺ ടൺസ് തോറിയം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഈ തോറിയം കാണുന്നത് കേരള, തമിഴ്നാട്, ഒഡീഷ, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ റീജിയൻസിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കേരളം തുടങ്ങി പിന്നെ ഈസ്റ്റിലോട്ട് എല്ലാ സ്റ്റേറ്റ്സിലോട്ടും വെസ്റ്റ് ബംഗാൾ വരെയുള്ള സ്റ്റേറ്റുകളിൽ ആക്ച്വലി തോറിയം ഡെപ്പോസിറ്റ് ഉണ്ട്. ഇത് കാണുന്നത് മോണോസൈറ്റ് സാൻഡിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ മോണോസൈറ്റ് സാൻഡിൻ്റെ ഉള്ളിലാണ് തോറിയം ഡെപ്പോസിറ്റ്സ് കാണുന്നത്. കേരളത്തിൽ സ്പെഷ്യലി പറയുകയാണെങ്കിൽ ചവറ, നീണ്ടകര ബെൽറ്റ്, കൊല്ലം റീജിയനിലായിട്ട് കോസ്റ്റൽ ഏരിയാസിൽ ഒരുപാട് തോറിയം റിസർവ് ഉണ്ട്. അപ്പോൾ എന്താണ് തോറിയത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ആൾക്കാർ യുറേനിയം വിട്ടിട്ട് തോറിയത്തിലോട്ട് നോക്കി കാണുന്നത്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തോറിയം റിസർവ് അബണ്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു യുറേനിയം റിസർവ്സിനേക്കാളും 3-4 ഇരട്ടി റിസർവ് തോറിയം ലോകത്ത് പ്രസൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, യുറേനിയം സാധാരണ നമ്മൾ പ്രൊലിഫറേഷന് വേണ്ടി ഉപയോഗിക്കും. പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ തോറിയം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. തോറിയം പ്രൊലിഫറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തോറിയത്തിനെ വെപ്പൺ ഗ്രേഡിലോട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പീസ്ഫുള്ളായിട്ടുള്ള പർപ്പസിന്, അതായത് ഇലക്ട്രിസിറ്റി ജനറേഷന് മാത്രമേ നമുക്ക് തോറിയം ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അടുത്തത്, തോറിയം റിയാക്ടേഴ്സ് എന്ന് പറയുന്നതിൽ വേസ്റ്റ് പ്രോഡക്റ്റ് കുറവാണ്. നമ്മൾ ന്യൂക്ലിയർ ഫ്യൂവൽസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് വേസ്റ്റാണ്. കാരണം റേഡിയോ ആക്ടിവിറ്റി ഒരുപാട് ഉണ്ടാക്കും. അങ്ങനെ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ജനറ്റിക് അബ്നോർമാലിറ്റീസും ജനറ്റിക് ഡിസീസസും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ തോറിയം റിയാക്ടേഴ്സിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ആക്ച്വലി വളരെ കുറച്ച് വേസ്റ്റേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഹ്യൂമന് സേഫാണ്. ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. അതായത് യുറേനിയത്തിൻ്റെ വേസ്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ തോറിയം 10 to 10,000 ടൈം ലെസ് ലോങ് ലിവ്ഡ് ആണ്. കുറച്ച് നാൾ മാത്രമേ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, തോറിയം റിയാക്ടേഴ്സ് ചീപ്പറാണ്. ഇനി തോറിയം നമുക്ക് സിംഗിൾ ഐസോട്ടോപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് പ്രോസസ്സ് ചെയ്യാനായിട്ട് അധികം കാശ് മുടക്കേണ്ടതായി വരില്ല. അപ്പോൾ ഇത്രയുമാണ് തോറിയത്തിൻ്റെ അഡ്വാൻറ്റേജ്. ഇതൊരു മെയിൻസ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, യുറേനിയത്തിനെ വെച്ച് നോക്കുമ്പോൾ 3 to 4 ടൈംസ് റിസർവ് കൂടുതലാണ് തോറിയം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, തോറിയം എന്ന് പറയുന്നത് ഒരു വെപ്പൺ ഗ്രേഡിലോട്ട് പൊലിഫറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ യുറേനിയം നമുക്കൊരു വെപ്പൺ ഗ്രേഡിലോട്ട് ആക്കാനായിട്ട് പറ്റും. ഇനി തോറിയത്തിൽ വളരെ കുറച്ച് വേസ്റ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആ വേസ്റ്റിൻ്റെ കാലാവധി തന്നെ വളരെ കുറവാണ് എന്ന് വേണം പറയാനായിട്ട്. ഇനി തോറിയം റിയാക്ടേഴ്സ് ബേസിക്കലി ചീപ്പറാണ് യുറേനിയം റിയാക്ടേഴ്സിനേക്കാളും. ഇനി തോറിയം കാണുന്നത് ഒരു സിംഗിൾ പ്യുവർ ഐസോട്ടോപ്പ് ആയിട്ടാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ന്യൂക്ലിയർ ഫ്യൂവൽസിൽ പഠിക്കാനുള്ളത്. ഇനി പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഒന്ന് നോക്കണം. ഇത് പ്രിലിംസ് പേഴ്സ്പെക്റ്റീവിലാണ്. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളും നിങ്ങൾ പഠിച്ചോളണം. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ പേര് തരും, അത് ഏത് സ്റ്റേറ്റിലാണ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ റാവത്ത്പാട രാജസ്ഥാനിലാണ്. ഇനി കക്രാപാർ ആക്ച്വലി നമ്മുടെ ഗുജറാത്തിലാണ്. ദെൻ മിതിവർതി അതും ഗുജറാത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസിൽ ഈ പിക്ചർ ഒന്ന് എൻലാർജ് ചെയ്യുക. റാവത്ത്പാട രാജസ്ഥാൻ, അത് എഴുതി വെച്ചോളുക. പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് പ്രിലിംസിന് ക്വസ്റ്റ്യൻ വരാം. റാവത്ത്പാട രാജസ്ഥാൻ, കക്രാപാറും മിതിവർതിയും ഗുജറാത്ത്, താരാപൂറും ജയ്താപൂറും മഹാരാഷ്ട്രയാണ് വരിക, കൈഗ കർണാടകയാണ് വരിക,
ഓക്കെ. ദെൻ കൂടംകുളം, കൽപ്പാക്കം, അത് രണ്ടും തമിഴ്നാടാണ്. കൂടംകുളവും കൽപ്പാക്കവും തമിഴ്നാടാണ്. ദെൻ കൊവാഡ, കൊവാഡ ആന്ധ്രയിലാണ് കൊവാഡ വരിക. ദെൻ ഭാർഗി, അത് മധ്യപ്രദേശാണ്. ഹരിപ്പൂർ വെസ്റ്റ് ബംഗാൾ. കുംഹാരിയ ഹരിയാന. നറോറ UP. അപ്പോൾ ഈ സ്ഥലങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. റാവത് ഭാഡ രാജസ്ഥാൻ, രണ്ടും രായിലാണ്. റാവത് ഭാഡ രാജസ്ഥാൻ. കക്രാപ്പാർ ആൻഡ് മിതി വൃതി, കക്രാപ്പാറും മിതി വൃതിയും വരുന്നത് ഗുജറാത്തിലാണ്. ദെൻ താരാപൂർ, ജയ്താപൂർ, അത് രണ്ടും മഹാരാഷ്ട്ര. കൈഗ കർണാടക. കൂടംകുളവും കൽപ്പാക്കവും അത് തമിഴ്നാടാണ്. കൊവാഡ ആന്ധ്രാപ്രദേശിലാണ് വരിക. ഭാർഗി ഭാർഗി മധ്യപ്രദേശിലാണ് വരിക. ഹരിപ്പൂർ വെസ്റ്റ് ബംഗാൾ. കുംഹാരിയ ഹരിയാന. നറോറ UP. അപ്പോൾ ഇതിൽ റാവത് ഭാഡ രാജസ്ഥാൻ ചോദിച്ചിട്ടുണ്ട്, കക്രാപ്പാർ ഗുജറാത്ത് ചോദിച്ചിട്ടുണ്ട്, താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, കൈഗ കർണാടക ചോദിച്ചിട്ടുണ്ട്, നറോറ UP ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻ വരാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എനർജി റിസോഴ്സസ് എന്ന ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള, അതായത് മെയിനായിട്ട് വരുന്ന റിസോഴ്സസ്, വാട്ടർ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ കത്തി നിൽക്കുന്ന പോളിമെറ്റാലിക് നൊഡ്യൂൾസ് പോലെയുള്ള റിസോഴ്സസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഇനി ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാകും. ആക്ച്വലി നമ്മൾ റിസോഴ്സ് ജോഗ്രഫി വളരെ എക്സ്റ്റെൻസീവായിട്ടാണ് കവർ ചെയ്യുന്നത്. മെയിൻസ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടാണ് ക്ലാസ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.